ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയറും കാര്യങ്ങളും ഒന്നും അല്ല കേട്ടോ. അപ്പം നമ്മൾ കണ്ണൂർ എത്തിയതിന് ശേഷം കുഞ്ഞി പെണ്ണുമായിട്ട് കുറച്ചൊന്ന് കറങ്ങാൻ പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആൾ ഇവിടെ വന്നതിന് ശേഷം പോയത് സ്നേക്ക് പാർക്കിലാണ്, പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലാണ്. ഞങ്ങൾ കുറേ തവണ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ കുഞ്ഞി പെണ്ണായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആൾ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പം പാമ്പുകളല്ലാണ്ട് ബാക്കിയുള്ളതിനെല്ലാം അവളിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതൊക്കെ അവൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത സമയമായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചൂണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് കുരങ്ങന്മാരുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അവർ പല പല കാര്യങ്ങൾ ഊഞ്ഞാലിൽ കയറി ആടുന്നതും അങ്ങനെ അവരെന്തൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നു അതൊക്കെ ആളിങ്ങനെ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പം ഞാനിവിടുത്തെ ഒരു വീഡിയോ ഇതിന് മുൻപ് വന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ വന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം നീ അവരുടേതായ കുറേ ജോലികളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കുകയാണ്. മിനി വിളിച്ചേ മാമനെ വിളിച്ചേ വിളിക്ക്. ഹലോ, വിളിച്ചിട്ട് വന്നതല്ലേ? അമ്മേനെ പിടി. ഇടയ്ക്ക് അതൊന്ന് സൗണ്ട് ഉണ്ടാക്കിയ സമയത്ത് ആള് ഞെട്ടിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കിളികളുടെ ആ ഒരു ഏരിയയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ പാമ്പുകളല്ലാണ്ട് കാണാനൊക്കെ വേറെ ഭംഗിയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും കുറേ അധികം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, അടിച്ചു പൊളിച്ച് ഒന്ന് ആഘോഷിച്ച് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഇപ്പം ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുമ്പൊക്കെ വരുന്നതിനേക്കാളും ഇപ്പോൾ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ആവശ്യതോ മയില് വരുന്നടാ. എന്തൊക്കെയോ മനസ്സിലായി.
അപ്പം എന്തെങ്കിലും നമ്മൾ ഇവിടുത്തെ മെയിൻ ആൾക്കാരുടെ ഇടയിലേക്ക് പോവുകയാണ് കേട്ടോ, അതായത് സ്നേക്സിൻ്റെ ഇടയിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ തീരെ താല്പര്യമില്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പം അതിനെ കാണുമ്പോൾ തന്നെ ശരീരത്തിൽ എന്തോ ഒരുമാതിരി തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്കിവിടെ കാണാൻ ഇഷ്ടമില്ലാത്തത് ഈ ഒരു ഏരിയ മാത്രമാണ്. ബാക്കി എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു പെണ്ണിന് ഇവിടെ ഏറ്റവും കൂടുതൽ അവൾ അട്രാക്റ്റ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഫിഷിൻ്റെ ഏരിയ. ആ ഒരു സ്ഥലത്തെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോസ് എന്താ പറയുക, ആ ഒരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അത് ഫുള്ളായി തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു ഫിഷിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ, അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫിഷിൻ്റെ ഏരിയ, അതുപോലെ തന്നെ കുരങ്ങന്മാരുടെ അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരുന്നു കേട്ടോ. അപ്പം നീ നമ്മൾ മുതലക്കുട്ടന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ മെയിൻ ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് ആരുടെ തോളെ കയറി ഇരുന്നാലും അവരുടെ പോക്കറ്റ് അടിക്കലാണ് മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം അച്ഛൻ്റെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ നടന്നു കേട്ടോ. അപ്പം അവൾ സ്വന്തമായിട്ട് ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ കയ്യിൽ പിടിച്ച് കൂടുതലിങ്ങനെ നടക്കുമല്ല, ഓട്ടമാണ് കേട്ടോ. അപ്പോൾ കൂടുതലും അങ്ങനെ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ പണ്ട് വരുമ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ മിസ്സായി പോയി കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണെന്ന് പറയുന്നത് അധികം സ്റ്റോറേജ് ഇല്ലാത്തൊരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്താൽ തന്നെ എൻ്റെ ഫോൺ ഇത് ഫുള്ളാവും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ സ്റ്റോറേജ് ഫുള്ളാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ സ്പേസ് ബാക്കി ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് സ്പേസ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ കുറേയൊക്കെ ഡിലീറ്റ് ആക്കിയതിൻ്റെ ഇതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് മുൻപുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇപ്പം വന്നതാണ്. അപ്പോൾ ഈ ഒരു ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാനൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിൽ പൊട്ടിച്ചൂട്ടോ എല്ലാം. അപ്പോൾ ഞങ്ങളങ്ങനെ ബലൂണെല്ലാം പൊട്ടിച്ചിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോയി. ഇതൊക്കെ ഇപ്പം വന്ന പുതിയ സംഭവങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ഡെലിവറിക്ക് പോകുന്നതിന് മുൻപൊക്കെ ഇവിടെ വരുന്ന സമയത്തൊന്നും ഇതുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പം പുതിയതായിട്ട് വന്നതാണ്. ഒരു വർഷത്തിനിടയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വന്നപ്പോഴെടുത്ത ഫോട്ടോയാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഏരിയ, അതിൻ്റെ ഒരു ബോർഡാണ് കേട്ടോ അവിടെ കാണുന്നത്. ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ സംഭവത്തിന് സെറ്റ് ഇട്ടതാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ.
അപ്പോൾ ഇത് വീണ്ടും അഗെയിൻ സ്നേക്സിൻ്റെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതാണ് ഇവിടുത്തെ മെയിൻ ആൾ, അതായത് കിങ് കോബ്രയുടെ അടുത്തേക്ക്. അപ്പോൾ ഇത്തവണ 2 ആളുണ്ടായിരുന്നു കേട്ടോ, രാജ റാണി. അപ്പോൾ ഞങ്ങളിവിടെ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ പേഴ്സും താക്കോലും ഒക്കെ വേണമെന്നുള്ള രീതിക്ക് അതൊക്കെ കിടന്ന് പിടിക്കലായിരുന്നു പരിപാടി. അവസാനം അവർക്കൊക്കെ ടാറ്റ കൊടുത്ത് യാത്രയാക്കിയിട്ടാണ് ഞങ്ങൾ പോരുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിന്ന് ഞാൻ പണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം മിസ്സായി പോയിട്ട് ഞാൻ സ്പേസ് ഇല്ലാണ്ട് വരുമ്പോൾ ഡിലീറ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പല പല കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ പണ്ടത്തെ മുടിയുടെ കാര്യങ്ങളും മുടിയുടെ ഫോട്ടോസും അങ്ങനെയുള്ള എനിക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് അതുവഴി ഡിലീറ്റായി പോയി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സ്പേസ് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, ആ ഒരു ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇത് ഇങ്ങനെയായിരുന്നു കേട്ടോ മുമ്പ്. ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ വന്നെടുത്ത സമയത്ത് ഇത് അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് ഐസ്ക്രീമൊക്കെ കുടിച്ച്, അതുപോലെ തന്നെ നെല്ലിക്ക, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മുട്ടായിസൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താ പറയുക, ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നതും പരിപാടികളൊക്കെ ഉണ്ട്. ആള് നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആ ഒരു ഇതിൻ്റെ അടുത്തെത്തി കേട്ടോ. ആ ഒരു സ്നേക്ക് പാർക്കിന് ആ ഒരു ഇതിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എൻഡ് ആകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ.